ഹായ് അസ്സലാമു അലൈക്കും. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റവയുടെ കേക്ക് ഉണ്ടാക്കാം. അടിപൊളിയാണ്. നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ട് നല്ല പഞ്ഞി പോലെയുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിളാണ്. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ഒരു സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം. ആ ഒരു നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിയും അതുപോലെ കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്ത് മൂപ്പിച്ചൊന്ന് എടുക്കാം. അതൊന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണും കൂടി നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 ഏത്തപ്പഴമാണ്, നല്ല പഴുത്തിട്ടുള്ള 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിനായിട്ട് ഞാനിപ്പോൾ ഒരു 2 സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ സ്പൂണ് 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്ന തരത്തിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നുണ്ട്. നമുക്കതൊന്ന് നന്നായിട്ട് ആയിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ഒരു മിക്സിയിലേക്ക് 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml 2 കപ്പ് റവയാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത്. അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. നന്നായിട്ട് പൊടിയുമ്പോഴാണ് സോഫ്റ്റായി കിട്ടുക കേക്കൊക്കെ. ഇപ്പോൾ ഞാൻ നന്നായിട്ടിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ, എന്നാലേ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. പിന്നെ അതിലേക്കൊരു 3/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ഇടാവുന്നതാണ്. നമുക്കിനി അതിലേക്ക് വേണ്ടിയത് മുട്ടയാണ്. 4 മുട്ടയാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് റവയും അതുപോലെ 2 മുട്ടയും 1/2 കപ്പ് പഞ്ചസാരയും ഒക്കെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കപ്പൊടിയാണ്. ഏകദേശം ഒരു 3 ഏലക്ക, 1 സ്പൂണ് ഏലക്കപ്പൊടി, പിന്നെ ഒരു 2 നുള്ള് ഉപ്പ്. കല്ലുപ്പ് ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നത്. പൊടിപ്പാണെങ്കിൽ ഒരു 2 നുള്ള് ഇട്ട് കൊടുക്കാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ. പിന്നെ സോഡാപ്പൊടിയാണ്, അതൊരു 2 നുള്ള് തന്നെ, ചെറിയൊരു സ്പൂണിന് സ്പൂണ്. പിന്നെ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml 1 കപ്പ് പാല്. ബേക്കിംഗ് പൗഡറാണ്, അതും തന്നെ 2 നുള്ള് കേട്ടോ, അധികം കൂടിപ്പോകരുത്. ഇതൊന്നും നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1.5 മിനിറ്റോളം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത് നമുക്ക്. ഇതിലും കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് റവയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ടൈറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചൂടാറിയിട്ടുള്ള ഏത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ല, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഏത്തപ്പഴം വാട്ടിയെടുത്തിട്ട്. അതാണ് ചൂടാറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് നന്നായിട്ട് ഈ ഒരു മിക്സും ബാറ്ററും ഏത്തപ്പഴം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നല്ല കട്ടയായിട്ട് ഇരിക്കുകയായിരിക്കും ഏത്തപ്പഴമൊക്കെ. അതുപോലെ ഇതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പഞ്ചസാരൻ്റെ അളവൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നോക്കുക. ഞാൻ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബൗളിനകത്തും ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ വലിയൊരു പാത്രത്തിനകത്തും നമ്മൾ കേക്ക് ട്രേയിലും ആക്കുന്നുണ്ട്. നന്നായിട്ട് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ തേച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ ബൗളിലൊക്കെ ഞാൻ നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ബൗളിലേക്ക് ഇങ്ങനെ 2 കയ്യിൽ വീതം ഒഴിച്ചു കൊടുക്കുന്നത്. നിറയെ ഒഴിച്ചു കൊടുക്കരുത്, നമുക്ക് കേക്ക് നന്നായിട്ട് പൊന്തി വരും. അതുകൊണ്ട് നിറയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഭാഗം അത് പൊന്തി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് എല്ലാ പാത്രത്തിലും ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് കേക്ക് ട്രേ ഒന്ന് നന്നായിട്ടൊന്ന് ബട്ടറൊക്കെ തേച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ട്രേ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിൽ വെക്കാം. ഇതെല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും ചെയ്യണം കേട്ടോ, അത് മറക്കരുത്.
ട്രേയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബൗളുകളും ഒക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാച്ചാൽ ഇട്ട് കൊടുക്കാം, കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ അത് ഓവണിലേക്കാണ് വെക്കുന്നത്. പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഇതൊന്ന് ഈ ഒരു കേക്ക് ട്രേ ഉള്ളത് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതവിടെ ബേക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇഡ്ഡലി കുക്കറിലാണ് ഞാനിത് ബേക്ക് ചെയ്യണത്. ഇതുപോലെ ഈ ഒരു ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ 2 സൈഡിലായിട്ട് വെക്കാവുന്നതാണ്. ഇതുപോലെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു പാത്രത്തിനകത്ത് ഇതുപോലെ 3 എണ്ണമായിട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പാത്രം നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഇറക്കി വെക്കാം. ഇതുപോലെ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ എനിക്ക് സമയമെടുത്തു ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓവനിൽ വെച്ചത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചായതുകൊണ്ട് കുറച്ചേ പൊന്തി വന്നിട്ടുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അടിയിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇത്രയും പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, മുറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ ഞാനിപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് അടിയിൽ ഏത്തപ്പഴം മേളിൽ നല്ല തിക്കിലാണ് നിൽക്കുന്നത്, നല്ല രസമാണ്. പിന്നെ അതേപോലെ ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സെറ്റാക്കിയിട്ടുള്ള ഓവൻ സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്കും റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കും കൂടിയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒന്നും കൂടിയാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.